നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാമേട്ടാ പോവാം. മോളെ ഒന്ന് നിക്കേ, മോളെ നിക്കേ. എന്റെ അമ്മ, എനിക്കിന്ന് ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്തത്രയും തിരക്കാ. അതുകൊണ്ടാ ഇന്ന് ഊണെടുക്കണ്ടെന്ന് പറഞ്ഞത്. എടി, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ ശരിയാവൂല. അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ഈ അമ്മയുടെ ഒരു കാര്യം. രാമേട്ടാ, ഇതൊന്ന് കാറിലേക്ക് വെച്ചേ. ദേ, മുഴുവൻ കഴിച്ചേക്കണേ. ഞാൻ ഇന്ന് ഇതും കൊണ്ട് വെറുതെ നടക്കത്തേ ഉള്ളൂ. എടി, കുറച്ച് സമയം തെറ്റിയാലും കുഴപ്പമില്ല, വിശ്വസിച്ച് കഴിക്കാമല്ലോ. എത്രയായി? 100. വാ മോളെ. എന്താ ശാന്തേച്ചി? എന്താ പറ്റിയേ? എന്താ? ഞാൻ വന്നത് ഇവളുടെ കാര്യം പറയാൻ വേണ്ടിയാ. ഇവളുടെ കല്യാണം ഇനി നടക്കില്ല. അയ്യോ, അതെങ്ങനെ? ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യമല്ലേ ശാന്ത എന്ന് പറഞ്ഞത്? അതെ ശാരദാമ്മേ, ഇവളുടെ കാര്യം തന്നെ അന്ന് ഞാൻ പറഞ്ഞത്. ശാരദാമ്മയ്ക്ക് അറിയാലോ, ഇവളുടെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റാ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞങ്ങളൊക്കെ തന്നെയാ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നടത്താനുള്ളതൊക്കെ ഒപ്പിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ ആ ചെക്കൻ ഇവളെ ചതിച്ചു. അതെന്താ, അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയോ? കല്യാണം നിശ്ചയിച്ച ദിവസം മുതൽ ഇവളെയും വിളിച്ചുകൊണ്ടുള്ള കറക്കോ. ഇഷ്ടക്കേട് തോന്നണ്ടല്ലോ എന്ന് കരുതി മുഖം കറുത്ത് ഞങ്ങളൊന്നും പറഞ്ഞതുമില്ല. പക്ഷെ അവനൊരു കുഴപ്പക്കാരനായിരുന്നു മോളെ. ഇവളെ കൊണ്ട് നടന്ന് വലിയ മോഹങ്ങളൊക്കെ കൊടുത്ത് 1.5 പവന്റെ ഒരു കമ്മലുണ്ടായിരുന്നത് വാങ്ങിച്ചെടുത്തു. ഇപ്പൊ കേൾക്കുന്നു, ഇന്ന് നടക്കുന്ന സമൂഹ വിവാഹത്തിൽ 5 പവന്റെ സ്വർണവും 50,000 രൂപയും വാങ്ങിച്ചുകൊണ്ട് അവൻ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടാൻ പോകുന്നു. ആ കല്യാണം നടന്ന ഇവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. 5 വയസ്സുള്ളപ്പോ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാ. ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ ചെറിയമ്മ തന്നെയാ. ഈ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാ ചെറിയമ്മ രോഗിയായതും. ഇവളെന്തെങ്കിലും കടുകൈ കാണിച്ചാൽ എന്ത് സമാധാനം ഉണ്ടാവുക? ഇതിനെന്തെങ്കിലും പരിഹാരം മോൾ എനിക്ക് ഉണ്ടാക്കി തരണം. രാമേട്ടാ, ബോർഡ് മീറ്റിംഗിന് ഒരു അരമണിക്കൂർ ലേറ്റ് ആയി കുഴപ്പമുണ്ടോ? ഓട്ടത്തിൽ പിടിക്കാൻ പറ്റുമോ? മോൾ ഈ കാര്യം നടത്ത്. ഓട്ടത്തിൽ സമയത്തെ പിടിക്കുന്ന കാര്യം ഈ രാമേട്ടനെ ഏറ്റു. എന്നാ പിന്നെ വണ്ടി കയറി ശാന്തേച്ചി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി യാത്രയുള്ളൂ. കേറ്. വാ. കേറ്. എന്റെ കൃഷ്ണ, 100 കൂട്ടം പ്രശ്നത്തിലൂടെ എന്റെ മോള് പൊക്കോണ്ടിരിക്കുന്നത്. ഒപ്പം വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളും. അവൾക്ക് കരുത്ത് കൊടുക്കണേ. ഒപ്പം എന്റെ മോളെ കാത്തോളണേ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.